ഇസ്ലാമിലെ രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടം. മഹാനുഭാവൻ രാത്രിയിൽ വേഷപ്രച്ഛന്നനായിട്ട് നാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ കീഴിൽ ജീവിക്കുന്ന ജനങ്ങളുടെ അവസ്ഥകൾ അറിയലാണ് ലക്ഷ്യം. അപ്പോഴാണ് ഏതാനും കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കുന്നത്. മഹാനുഭാവൻ ആ വഴിക്ക് സഞ്ചരിച്ചു. നോക്കുമ്പോൾ ഒരു സഹോദരി ഒരു പാത്രത്തിൽ ഒരു തവിയെടുത്ത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റും ഏതാനും കുഞ്ഞുങ്ങൾ ഇരുന്നും കിടന്നും കരയുന്നുണ്ട്. ആ സഹോദരിയെ സമീപിച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലയോ സഹോദരി, എന്തിനാണ് മക്കൾ കരയുന്നത്? അപ്പോൾ ആ സഹോദരി പറഞ്ഞു, ഞാനൊരു വിധവയാണ്, എൻ്റെ മക്കളാണിവർ, ഇവർക്ക് നൽകാൻ ഭക്ഷണം ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് പാത്രത്തിൽ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്? അത് വെറുതെ ഭക്ഷണം പാകം ചെയ്യുന്നതായിട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. മക്കൾ പ്രതീക്ഷയോടുകൂടെ ചുറ്റും കിടന്നും നടന്നും കരയും. ഒരുപാട് സമയം കഴിയുമ്പോൾ അവർ ഉറങ്ങിപ്പോകും. ആ സമയത്ത് ഞാനും പാത്രം മാറ്റിവെച്ച് കിടന്നുറങ്ങും. ഈ സങ്കടകരമായ കഥ കേട്ടപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. മഹാനുഭാവൻ തൻ്റെ ബൈത്തുൽ മാൽ സൂക്ഷിച്ചിരിക്കുന്ന ധാന്യം എടുക്കാൻ വേണ്ടി ആ ഭാഗത്തേക്ക് നടന്നു ചെന്നു. സ്വന്തം ചുമലിൽ ഒരു ചാക്ക് നിറയെ ഗോതമ്പും അതോടൊപ്പം ഏതാനും ബോക്സ് ഈത്തപ്പഴങ്ങളുമായി ആ വീട്ടിലേക്ക് തന്നെ നടന്നു വന്നു. വരുന്ന വഴിയിൽ വീട്ടിലുള്ള ഭൃത്യൻ ചോദിച്ചു, അല്ലയോ ഖലീഫ, അങ്ങ് സ്വന്തം ചുമലിലേറ്റി നടക്കേണ്ടതില്ല, ഞാൻ അങ്ങേക്ക് വേണ്ടി ഇതവിടെ കൊണ്ടുപോയി വെച്ചു തരാം. ആ ഭൃത്യനോട് മഹാനായ ഖലീഫയുടെ മറുപടി, ഹൽ തഹ്മിൽ അന്നി വിസിരി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എൻ്റെ പാപങ്ങൾ നീ പേറുമോ മോനെ? ഇല്ലല്ലോ, അതുകൊണ്ട് എന്നെ വിട്ടേക്കുക, ഞാനിത് കൊണ്ടുപോയി ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ചാക്കുമായി ആ സഹോദരിയുടെ വീട്ടിൽ വന്ന് അവർക്ക് വേണ്ടി അത് നൽകുകയും ആദ്യ പടി എന്നോണം ആ ചാക്കിൽ നിന്ന് ധാന്യങ്ങൾ എടുത്ത് പൊടിച്ച് അതുകൊണ്ട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി നൽകുകയും ചെയ്തു എന്നത് വിശാലമായ ചാരിറ്റിയുടെ ഒരു ചരിത്രമാണ്. മഹാനായ ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാനു തബാറക വതആല ഇർഹമു മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ള ആളുകളോട് ആരാണോ കരുണ കാണിക്കുന്നത്, അവിടെ മനുഷ്യനെന്ന ഭേദമില്ല, മൃഗങ്ങളെന്ന ഭേദമില്ല, ജീവജാലങ്ങൾ ഏതൊന്ന് ആയാലും അതിനോട് ആരാണോ കരുണ കാണിക്കുന്നത് അവരോട് ആകാശത്തിൻ്റെ അധിപനായ അള്ളാഹു കാരുണ്യം കാണിക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ മുഅ്മിനീങ്ങൾ നിരന്തരമായി ആഗ്രഹിക്കുകയും അഭിലഷിക്കുകയും അതിനുവേണ്ടി നിരന്തരമായി അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ എന്ന് ദുആ ചെയ്യുകയും ചെയ്യുന്ന ഈ മഹത്വമേറിയ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കാനുള്ള ഒന്നാമത്തെ വഴിയാണ് ഭൂമിയിലുള്ള ജീവജാലങ്ങളോടും മനുഷ്യരോടും കാരുണ്യം കാണിക്കുക എന്നത്. അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കണമെങ്കിൽ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണമെന്ന അള്ളാഹുവിൻ്റെ കൽപ്പനയെ ശിരസാവഹിച്ചുകൊണ്ട് നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാം, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. ലോകത്ത് ഏറ്റവും ഉദാത്തമായ കാരുണ്യം ചൊരിഞ്ഞു കൊടുക്കുന്ന നാഥ, ഞങ്ങളോട് നീ കാരുണ്യം കാണിക്കണേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.